നമസ്കാരം. കെ എസ് ആറിന്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: എ ക്ലർക്ക് ജോയിൻഡ് സർവീസ് ഓൺ 17/11/2010 ആൻഡ് ഡൈഡ് ഓൺ 4/9/2018. The DCRG admissible payable to the family of the deceased clerk is. അപ്പോൾ ഇവിടെ 8 വർഷത്തോളം സർവീസ് ഉണ്ട്. 2010 ജോയിൻ ചെയ്തു, 2018 ക്ലർക്ക് മരണപ്പെട്ടു. അങ്ങനെയാണ് എത്ര ഇത് കൊടുക്കുക? 8 വർഷം സർവീസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ആൻസർ അവസാനത്തെ പേ പ്ലസ് ഡി എമോല്യുമെന്റ്സിന്റെ 12 ഇരട്ടി കൊടുക്കും. അവസാനത്തെ എമോല്യുമെന്റ്സിന്റെ 12 ഇരട്ടിയാണ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ദ ഡെത്ത് ഓഫ് ആൻ എംപ്ലോയി ഈസ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ്, DCRG പേയബിൾ ടു ദ ഫാമിലി ഓഫ് ദ ഡിസീസ്ഡ് ഓഫീസർ വുഡ് ബി. ഒരു ജീവനക്കാരൻ 1ാമത്തെ വർഷം തന്നെ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ലഭിക്കുന്ന DCRG എത്രയാണ്? ലാസ്റ്റ് ഡ്രോ ചെയ്ത എമോല്യുമെന്റ്സിന്റെ ആൻസർ 2 മടങ്ങ്. 2 മടങ്ങാണ് കൊടുക്കുക. എപ്പോഴും എമോല്യുമെന്റ്സ് എന്ന് പറയുന്നത് പേ പ്ലസ് ഡി എ ആണ് പറയുന്നത്. അടുത്ത ചോദ്യം: ഹയർ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ വിൽ ബി പേയബിൾ ഫോർ മാക്സിമം പീരീഡ്. ഫാമിലി പെൻഷന്റെ ഹയർ റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. അത് കൊടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? പരമാവധി 7 വർഷമാണ് പരമാവധി കൊടുക്കുക. അടുത്ത ചോദ്യം: സർവീസ് റെൻഡേഡ് ബൈ എ ഗവൺമെന്റ് സർവൻറ്റ് ടിൽ ഹി ഹാസ് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ് വിൽ ക്വാളിഫൈ ഫോർ. അതായത് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുള്ള സർവീസ്, അതായത് ബോയ് സർവീസ്. ആ സർവീസ് താഴെ പറയുന്നവയിൽ ഏതിന് കണക്ക് കൂട്ടുമെന്നാണ്. കണക്ക് കൂട്ടുന്നത് കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റിക്കാണ് ബോയ് സർവീസ് കണക്ക് കൂട്ടുക. അടുത്ത ചോദ്യം: ദ സർവീസ് ബുക്ക് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഹു റിട്ടയർ ഫ്രം സർവീസ് ഷാൽ ബി റീറ്റെയിൻഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ്. ഒരു റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരന്റെ സർവീസ് ബുക്ക് ആ റിട്ടയർ ചെയ്യുന്ന ഓഫീസിൽ എത്ര കാലം സൂക്ഷിക്കും? 25 വർഷം സൂക്ഷിക്കണമെന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ ഓഫീസർ ഹു റിട്ടയർഡ് ഫ്രം സർവീസ് ഹാസ് എ ക്വാളിഫൈങ് സർവീസ് ഓഫ് 25 years and 5 months. If his average emoluments is 42,950, what would be his monthly pension? ഓക്കെ, ഇപ്പോൾ ഒരു ഓഫീസർക്ക് 25 വർഷം സർവീസ്, 25 വർഷവും 5 മാസവും സർവീസ് ഉണ്ട്. 25 വർഷവും 5 മാസവും എന്ന് പറഞ്ഞാൽ ആ 5 മാസം ഒഴിവാക്കണം. 6 ആണെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് പോകൂ. അപ്പം സർവീസ് 25. അയാളുടെ അവസാനത്തെ 10 മാസത്തെ ആവറേജ് എമോല്യുമെന്റ്സ് എന്ന് പറയുന്നത് 42,950. അങ്ങനെയാണ് അയാളുടെ മന്ത്ലി പെൻഷൻ എത്രയായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് കണക്ക് കൂട്ടാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതി ഇതാണ്: നമ്മൾ ആവറേജ് എമോല്യുമെന്റ്സിന്റെ പകുതി കാണുക. 42,950ന്റെ പകുതി കണക്കാക്കുക. ആ പകുതിയെ, അതാണ് ആവറേജ് എമോല്യുമെന്റ്സ്, ആ പകുതിയെ 25 വർഷം സർവീസാണ്, 25/30 കൊണ്ട് ഗുണിക്കുക. 30 വർഷം സർവീസ് ഉണ്ട്, 30/30 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് ഗുണിക്കുക. പകുതി തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് പെൻഷൻ കണക്ക്. അപ്പോൾ ഇവിടെ കിട്ടുക 17,895.8. അത് പെൻഷനെ സംബന്ധിച്ചിടത്തോളം എത്ര പൈസ കിട്ടിയാലും തൊട്ടടുത്ത സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ 17,896 രൂപയാണ്. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ. ആവറേജ് എമോല്യുമെന്റ്സ് 42,950, ടോട്ടൽ സർവീസ് 25 വർഷവും 5 മാസവും. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 25 വർഷം 5 മാസം എന്ന് പറഞ്ഞാൽ 25 വർഷം. ഫുൾ പെൻഷൻ കിട്ടണമെങ്കിൽ നമുക്ക് 30 മാസം വേണം. ആവറേജ് എമോല്യുമെന്റ്സ് 42,950 ആണ്. ആ 42,950ന്റെ നേർപകുതി കണക്കാക്കുക ആദ്യം. ആ പകുതിയെ ഗുണിക്കണം 25/30. ഉത്തരവായി. എന്നിട്ട് അത് റൗണ്ട് ചെയ്താൽ മതി. അടുത്ത ചോദ്യം: ആൻ ഓഫീസർ ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഓൺ എ ക്രിമിനൽ ചാർജ് ഓർ അതർവൈസ് ഷാൽ ഡീംഡ് ടു ബി അണ്ടർ സസ്പെൻഷൻ ഇഫ് ദ ഡ്യൂറേഷൻ ഓഫ് ദ കസ്റ്റഡി. ഒരു ക്രിമിനൽ കേസിൽ ഒരു ഉദ്യോഗസ്ഥൻ
പോലീസ് കസ്റ്റഡിയിലായി. അങ്ങനെയെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി അയാൾ സസ്പെൻഷനിലായി എന്ന് പറയാം. എത്ര മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിലാണെങ്കിൽ? 48 മണിക്കൂറിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിലിരുന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ സസ്പെൻഷനിലായി. അടുത്ത ചോദ്യം. From among the following, who is not eligible for hospital leave for treatment or illness injury sustained while on duty? ഡ്യൂട്ടിക്കിടെ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് യൂണിഫോം ഇതിലാണ് നമ്മൾ കൊടുക്കുക, ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കൊടുക്കുന്ന ലീവാണ് ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഈ ഹോസ്പിറ്റൽ ലീവ് യൂണിഫോം പോസ്റ്റുകൾ, അതായത് പോലീസ്, എക്സൈസ്, ഫയർ സർവീസ് അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കുക. അങ്ങനെ അതിൽ താഴെ പറയുന്നതിൽ ആർക്കാ അർഹതയില്ലാത്തതെന്ന് ഹോസ്പിറ്റൽ ലീവ് കിട്ടാൻ? എക്സൈസ് ഗാർഡ്, സിവിൽ പോലീസ് ഓഫീസർ, ലീഡിംഗ് ഫയർമാൻ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് അതിനുള്ള അർഹതയില്ല. സാധാരണ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്, അയാൾക്കില്ല. എക്സൈസ് ഗാർഡിനുണ്ട്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കുണ്ട്, ലീഡിംഗ് ഫയർമാനുണ്ട്. ഇവർക്കെല്ലാം ഈ ഹോസ്പിറ്റൽ ലീവ് ലഭിക്കും. പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അയാൾക്കില്ല, അല്ലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അയാൾക്കും ഇത് ലഭ്യമല്ല, ഹോസ്പിറ്റൽ ലീവ്. ഓക്കെ. കൺവെയൻസ് അലവൻസ് ക്യാൻ ബി ഡ്രോൺ ഡ്യൂട്ടി. ഏത് സമയത്ത് കൺവെയൻസ് അലവൻസ് വാങ്ങാം? ഏത് സമയത്ത്? ആബ്സെൻസ് ഫ്രം ഹെഡ്ക്വാർട്ടേഴ്സ്. ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്ത സമയത്തും കൺവെയൻസ് അലവൻസ് വാങ്ങാം. DCRG ഡ്യൂ ടു എ ഡിസീസ്ഡ് നൺ ഹു ഹാസ് നോട്ട് ഫയൽഡ് എനി നോമിനേഷൻ ഈസ് പേയബിൾ ടു. ഒരു സിസ്റ്റർ, അതായത് നൺ, കന്യാസ്ത്രീ, അവര് ഒരു നോമിനേഷൻ ഫയൽ ചെയ്തിട്ടില്ല, അവർ മരണപ്പെട്ടു പോയി. നോമിനേഷൻ അവർ ഫയൽ ചെയ്തിട്ടില്ല, DCRGക്ക് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ഫയൽ ചെയ്തില്ല. അങ്ങനെയെങ്കിൽ ഈ കന്യാസ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള ലഭിക്കുന്ന DCRG ആർക്ക് കൊടുക്കാമെന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ, ശ്രദ്ധിക്കണേ. മദർ സുപ്പീരിയർ ഓഫ് ദി കോൺവെന്റ് ടു വിച്ച് ദ നൺ ബിലോങ്സ് ടു. ഈ കന്യാസ്ത്രീ ഉൾപ്പെടുന്ന കോൺവെന്റിലെ മദർ സുപ്പീരിയറിന് ആ DCRG കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An officer retired from service 31/3/18 on superannuation on completion of 56 years. He wants to commute a portion of the pension within 1 year from the date of retirement. The commutation factor would be 56 വയസ്സിലെ ആണ് അയാൾ റിട്ടയർ ചെയ്തത്. അയാൾ 2010 ഒരു വർഷത്തിനകം അയാൾ കമ്മ്യൂട്ടേഷൻ കൊടുക്കും. അപ്പോൾ അടുത്ത 56 വയസ്സിൽ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കണക്ക് കൂട്ടുന്നത് അടുത്ത ജന്മദിനത്തിലെ കമ്മ്യൂട്ടേഷൻ ഫാക്ടറാണ്. എന്ന് വെച്ചാൽ 56 റിട്ടയർ ചെയ്യുന്ന ഒരാള് അടുത്ത ജന്മദിനം എന്ന് പറയുന്നത് 57 വയസ്സിൽ, അതിനു മുന്നേ 57 ജന്മദിനത്തിന് മുന്നേ, അതായത് വിത്തിൻ 1 ഇയർ എന്ന് പറയുന്നു. ആ ഉദ്യോഗസ്ഥന്റെ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് 11.1 ആയിരിക്കും. 11 57ന്റെ ബർത്ത്ഡേ കടന്നു പോയാൽ ആ 11.1 വീണ്ടും കുറയും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നേരെ വയസ്സ് കുറയുമ്പോൾ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കൂടുക ചെയ്യുക, വയസ്സ് കൂടുമ്പോൾ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കുറയും. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു ഗ്രേഡ് 1 ഓഫീസർ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അദ്ദേഹത്തിന് എത്ര കിലോ സാധനങ്ങൾ കൊണ്ടുപോകാം പരമാവധി? എത്ര കിലോ കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ കൊണ്ടുപോകാം, പക്ഷെ നമ്മൾ ടിഎയുടെ കണക്കനുസരിച്ച് എത്ര കിലോ വരെ കൊണ്ടുപോകാം? 3000 കിലോ വരെ കൊണ്ടുപോകാം ഗ്രേഡ് 1 ഓഫീസർ. അടുത്ത ചോദ്യം. ഇഫ് എ പെൻഷനർ ലോസസ് ഹിസ് പോർഷൻ ഓഫ് പെൻഷൻ ബൈ പേ ഔട്ട് ഓഫ് പേയ്മെന്റ് ഓർഡർ, ടു ഹും ഷുഡ് ബി സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂയിങ് എ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ അത് ലഭിക്കാൻ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ലഭിക്കാൻ ആർക്ക് അപേക്ഷ കൊടുക്കണം? അതായത് ഇഫ് എ പെൻഷൻ ലോസസ് ഈസ് പോർഷൻ ഓഫ് പെൻഷൻ പേയ്മെന്റ് ഓർഡർ, PPOയുടെ, എല്ലാവർക്കും പെൻഷനായി കഴിയുന്നവർക്ക് ഒരു പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഉണ്ട്, PPO എന്ന് പറയും. അതിൻ്റെ ഒരു ചെറിയ ഭാഗം നഷ്ടപ്പെട്ടു, കീറിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കിട്ടാൻ ആർക്ക് അപേക്ഷിക്കണം? ഡിസ്ട്രിക്ട് ടെറിട്ടറി ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഉത്തരം.
Next question. The increment date of an officer was 1/1/2015. His increment was barred by order date 10/5/2015 for 2 years with cumulative effect. On which date can be draw his next increment? 2015 ആണ് ഒരു ഓഫീസറുടെ നോർമൽ ഇൻക്രിമെന്റ് ഡേറ്റ് 1/1/2015. അതിനുശേഷം എന്തോ ഒരു കുറ്റകൃത്യത്തിലൊക്കെ പെട്ട് അയാളുടെ വീഴ്ചയുണ്ടായാൽ ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് 2 ഇൻക്രിമെന്റ് ക്യുമുലേറ്റീവ് എഫക്റ്റിൽ കട്ട് ചെയ്തു ഗവൺമെന്റ്. ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ 2 ഇൻക്രിമെന്റ് മേലാൽ കിട്ടുന്നതല്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് അടുത്ത ഇൻക്രിമെന്റ് എപ്പോഴായിരിക്കും? 1/1/15 ഒന്ന് മേടിച്ചതാണ് അയാൾ. പിന്നെ ഫർദർ 2 ഇൻക്രിമെന്റ്സ് കട്ട് ചെയ്തു. 16 കട്ട് ചെയ്തു, 17 കട്ട് ചെയ്തു. ആ 2 വർഷം ഇൻക്രിമെന്റ് ഇല്ല. നെക്സ്റ്റ് ഇൻക്രിമെന്റ് എന്ന് കിട്ടും? 1/1/2018 കിട്ടുക. അടുത്ത ചോദ്യം. ദ ബേസിക് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഹാഫ് പേ ലീവ് ഈസ്. ഹാഫ് പേ ലീവ് കണക്കാക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരം എന്താ? കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഒരു വർഷം പൂർത്തിയായാൽ ഹാഫ് പേ ലീവ് കണക്കാക്കാം. 20 HPL ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Allowance given to wardens and assistant wardens of hostels is classified as. Allowance given to wardens and assistant warden. As വാർഡനും അസിസ്റ്റന്റ് വാർഡനും ഹോസ്റ്റലിലെ വാർഡനും അസിസ്റ്റന്റ് വാർഡനും കൊടുക്കുന്ന അലവൻസ് എന്ന് പറയുന്നത് സർക്കാർ റവന്യൂവിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് പേര് പറയാം? സർക്കാർ റവന്യൂവിൽ നിന്ന് കൊടുക്കുന്ന പേയ്മെന്റിന് എന്ത് പറയാം? ഓണറേറിയം എന്ന് പറയാം. അടുത്ത ചോദ്യം. ഈസ് എ പെൻഷനർ, ഒരു ക്വസ്റ്റ്യനാ, ഈസ് എ പെൻഷനർ എൻറ്റൈൽഡ് ടു കമ്മ്യൂട്ട് ദ പെൻഷൻ എഗെയിൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ കമ്മ്യൂട്ടഡ് പോർഷൻ ഹാസ് ബീൻ റീസ്റ്റോർഡ് ടു ഹിം. അതായത് ഒരു പെൻഷനർക്ക് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 12 വർഷത്തേക്കാണ് പരമാവധി 40% കമ്മ്യൂട്ട് ചെയ്യുക പെൻഷൻ്റെത്. ആ 12 വർഷം കഴിഞ്ഞാൽ ആ കമ്മ്യൂട്ട് ചെയ്യുന്ന 40% അയാൾക്ക് തിരിച്ചു വരും. 12 അതുവരെ 60% പെൻഷനേ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. 12 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് 60 പ്ലസ് കമ്മ്യൂട്ട് ചെയ്ത 40 100% പെൻഷൻ കിട്ടും. അങ്ങനെ വീണ്ടും അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്യാമോ എന്ന ഇതിൽ ചോദ്യം. മനസ്സിലായല്ലോ? 12 വർഷം കമ്മ്യൂട്ട് ചെയ്തു, 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിയുമ്പോൾ ഈ 40% വീണ്ടും കിട്ടുമല്ലോ. അത് വീണ്ടും കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും കമ്മ്യൂട്ട് ചെയ്യാൻ പെൻഷനർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു കമ്മ്യൂട്ട് ഹിസ് പെൻഷൻ എഗെയിൻ. വീണ്ടും കമ്മ്യൂട്ടേഷൻ ഇല്ല. ഓക്കെ. ഹു ഈസ് ദ അതോറിറ്റി ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കോമ്പൻസറ്ററി അലവൻസ്? കോമ്പൻസറ്ററി അലവൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിശ്ചയിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To and fro journeys to be performed to the date of tour itself, if the distance to be covered by the touring officer is to and fro journeys to be performed on the date of tour itself. അതായത് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെങ്കിൽ, ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് 50 കിലോമീറ്ററിന് കുറവായിരിക്കണം, 50 കിലോമീറ്ററിനകത്തായിരിക്കണം. 50 കിലോമീറ്റർ ആണെങ്കിലും അതിന് മുകളിലും ആണെങ്കിലും നമ്മൾ തലേന്ന് പോയി ഇന്ന് ഡ്യൂട്ടി ചെയ്ത് പിറ്റേന്നേ അവിടുന്ന് വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എൻ്റെ സങ്കല്പം. തലേന്ന് പോകാം. 50 കിലോമീറ്ററിൽ കുറവാണെങ്കിൽ നമ്മൾ ആ ജേർണിക്ക് രാവിലെ പോവുക, വൈകിട്ട് വരിക. ഇപ്പോൾ ഒരു ട്രെയിനിങ്ങോ അല്ലെ വേറെ എന്തെങ്കിലും ഡ്യൂട്ടിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് 50 കിലോമീറ്റർ കുറവാണെങ്കിൽ നമ്മൾ അന്ന് രാവിലെ പോകാം. തലേന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ടിയർ റൂൾ അനുസരിച്ച് അന്ന് രാവിലെ പോകുന്നതിനേ പൈസ കിട്ടുള്ളൂ. അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരികയും വേണം. 50 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് തലേന്ന് പോകാം, പിറ്റേന്ന് തിരിച്ചും വരാം. ഓക്കെ. അടുത്ത ചോദ്യം. റേറ്റ് ഓഫ് HRA പേയബിൾ ടു ആൻ എംപ്ലോയി ഈസ് ഡിറ്റർമിൻഡ് വിത്ത് റെഫറൻസ് ടു ലൊക്കാലിറ്റി ഓഫ് ദി ഓഫീസ് ടു വിച്ച് ദ എംപ്ലോയി ഈസ് അറ്റാച്ച്ഡ്. റേറ്റ് ഓഫ് HRA എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്? നമ്മൾ എവിടെ താമസിക്കുന്നു എന്നതിനെ, ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാൽ താമസിക്കുന്നത് എവിടെയാവാം.
പക്ഷെ നമ്മൾ എവിടെയാണ് നമ്മളുടെ ഓഫീസ്? പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ അതിൻ്റെ ശതമാനം, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ വേറൊരു ശതമാനം, കോർപ്പറേഷനിലാണെങ്കിൽ 10%, മറ്റേത് 6%, പിന്നെ 4% ആണ് പഞ്ചായത്തിൽ. ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ലൊക്കാലിറ്റി ഓഫ് ദ ഓഫീസ് ടു വിച്ച് ദ എംപ്ലോയീസ് അറ്റാച്ച്ഡ്, ജീവനക്കാരൻ ജോലി ചെയ്യുന്ന ഓഫീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് HR കൊടുക്കുന്നു. Question: maximum joining time including Sundays and that can be availed by a government employee on transfer from one place to another in public interest is. ഒരു പൊതു താല്പര്യാർത്ഥം ഒരു ജീവനക്കാരനെ ട്രാൻസ്ഫർ ചെയ്താൽ അദ്ദേഹത്തിന് ഞായറാഴ്ച അടക്കം പരമാവധി എത്ര ഹോളിഡേ എടുക്കാം, എങ്ങോട്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ഞായറാഴ്ച അടക്കം എത്ര ജോയിനിങ് ടൈം എടുക്കാം എന്നാണ്. അത് 30 ദിവസം പരമാവധി എടുക്കുക. കറക്റ്റ് സ്ഥലം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അത് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് മാക്സിമം എല്ലാവർക്കും കൊടുക്കുന്നത് അത് ഔട്ട്സൈഡ് കേരളയ്ക്കൊക്കെ കൊടുക്കുന്ന പിന്നെ ജോയിനിങ് ടൈമാണ് 30 days എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പവർ ടു സാങ്ഷൻ ഫാമിലി പെൻഷൻ ടു പേരൻസ് വെസ്റ്റ് വിത്ത്. ഫാമിലി പെൻഷൻ പേരൻസിന് കൊടുക്കാൻ അതിൻ്റെ എല്ലാ അവകാശം ആർക്കാണ്? ഗവൺമെന്റിനാണ്. ദ പീരീഡ് ഫ്രം 30th December 2018 ടു 2nd March 2019 ഈസ്. ഓക്കെ, ശ്രദ്ധിച്ചോളേ നിങ്ങളെ. 2018 ഡിസംബർ 30 മുതൽ 2019 മാർച്ച് 2 വരെ എത്ര മാസം എത്ര ദിവസം ഉണ്ടെന്നാണ് ചോദ്യം. ഡിസംബർ 30, 2018. അപ്പോൾ ഡിസംബർ 30 മുതൽ ജനുവരി 29 വരെ ഒരു മാസം, ഫെബ്രുവരി 29 വരെ വീണ്ടും ഒരു മാസം. ഫെബ്രുവരി 29 ഇല്ല, 2019 ഫെബ്രുവരി 28 ഉള്ളൂ. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫെബ്രുവരി 28 മതി. അപ്പോൾ 2 മാസമായി. ഡിസംബർ 30 മുതൽ ജനുവരി 29 വരെ ഒരു മാസം. ജനുവരി 29 മുതൽ അടുത്ത ഫെബ്രുവരി 29 വരെ അടുത്ത ഒരു മാസം എന്ന് പറയാം. ഫെബ്രുവരി 29 ഇല്ലെങ്കിൽ 28 മതി. അപ്പം 2 മാസമായി ഫെബ്രുവരി 28 ആകുമ്പോഴേക്കും. പിന്നെ മാർച്ച് 2 വരെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 1, 2 ദിവസം. അപ്പം 2 months and 2 days ആയിട്ട്. ദ പവർ ടു വിച്ച് സാങ്ഷൻ ലീവ് വിത്തൗട്ട് അലവൻസ് എക്സീഡിങ് 180 days. 180 ദിവസത്തിന് മുകളിലുള്ള LWA പാസ്സാക്കാനുള്ള അധികാരി ആരാണ്? അത് ഗവൺമെന്റ് ആണ്. 180 വരെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, 120 വരെ നമ്മളുടെ ഹെഡ് ഓഫ് ഓഫീസ്. ഓക്കെ, അടുത്തത്. ആൻ ഓഫീസർ ആഫ്റ്റർ 10 years ഓഫ് സർവീസ് ഇൻ ദ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എൻഡേഴ്സ് ഗവൺമെന്റ് സർവീസ്. His prior service can be reckoned for qualifying service for pension if he applies within 5 years of date of entry in government service. അതായത് ആ യൂണിവേഴ്സിറ്റി സർവീസ് 10 വർഷത്തെ യൂണിവേഴ്സിറ്റി സർവീസ് കണക്കാക്കണമെങ്കിൽ അയാൾ 5 വർഷം മുമ്പ് സർവീസിൽ കയറി 5 വർഷം മുമ്പ് അപേക്ഷ സമർപ്പിക്കണം, 5 വർഷത്തിനുള്ളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, കുറേ അത് ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. വെറുതെ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസർ അണ്ടർ നാഷണൽ NPS-ലെ റിട്ടയർമെന്റ് ഇയർ എത്രയാണ്? 60 വർഷം. NPS-ല് 60 ഇയർ ആണ്. ഓക്കെ, അടുത്ത്. സബ്സ്റ്റൻസ് അലവൻസ് ഡ്യൂ ടു ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ ഈസ്. എത്രയാണ് സബ്സ്റ്റൻസ് അലവൻസ് കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് പേ ലീവ് സാലറി. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് കിട്ടുന്ന അലവൻസ്, ദാറ്റ് ഈസ് സബ്സിസ്റ്റൻസ് അലവൻസ്. അത് എത്രയാന്ന് പറഞ്ഞാൽ ഹാഫ് പേ ലീവിന് തുല്യമായ സാലറി. ഓക്കെ, an employee who donates a kidney for transplantation is eligible for special casual leave for dash days in a calendar year.
കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ലഭിക്കുന്ന ഇയർ എത്രയാണ്? സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് 45 ദിവസമാണ് ലഭിക്കുക. ഓർമ്മിച്ച് നോക്കണേ, 45 ദിവസം, 45 days ഫോർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ ടീച്ചർ ഈസ് 4/7/62. ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓൺ അറ്റൈനിങ് 56 years ഈസ് 62ലാണ്. 4/7/62 ജൂലൈ 4. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ടീച്ചറാണ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ശരിക്കും 31/7/2018. 31/7. ഇവിടെ ടീച്ചർ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എന്ന് വരെ തുടരാമെന്നാണ്. അവർക്ക് മാർച്ച് 31 വരെ, അതായത് 31/3/2019 വരെ തുടരാം. അവർ ശരിക്കും അവരുടെ റിട്ടയർമെന്റ് എല്ലാ ആനുകൂല്യങ്ങൾക്കും കണക്ക് കൂട്ടുന്ന റിട്ടയർമെന്റ് എന്ന് പറയുന്നത് 31/7/2018. എന്നാൽ അധ്യാപകർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അധ്യാപകരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 2 അതിന് ശേഷമോ ആണെങ്കിൽ അവർക്ക് ആ മാർച്ച് 31 വരെ സർവീസിൽ തുടരാം. എന്നാൽ ജൂലൈ 4 ഡേറ്റ് ഓഫ് ബർത്തുള്ള ഒരാളുടെ ആനുകൂല്യങ്ങളൊക്കെ കണക്കാക്കുന്നത് അവസാനത്തെ ജൂലൈ മാസം വെച്ചിട്ടാണ്. അതിന് ശേഷമുള്ളത് ശമ്പളം മാത്രമേ കിട്ടുള്ളൂ. മറ്റ് ലീവുകൾ ഒന്നും എടുക്കാൻ പറ്റില്ല. ക്യാഷ് ലീവ് ഒഴികെ വേറെ എലിജിബിൾ ലീവുകൾ ഒന്നും തന്നെ എടുക്കാനും പാടില്ല. ഓക്കെ. വെൻ ദ ഇയർ ഓഫ് ബർത്ത്, ഒരു ഓഫീസറിന്റെ ഇയർ ഓഫ് ബർത്ത് അറിയാം, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അറിയില്ലെങ്കിൽ അത്തരക്കാർക്ക് ഏത് ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്തായി കൂട്ടേണ്ടത്? ജൂലൈ 1 ഡേറ്റ് ഓഫ് ബർത്തായി കണക്കാക്കേണ്ടത്. Special casual leave that can be granted in a calendar year to an employee who donates blood voluntarily is a maximum of. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അയാൾക്ക് ഒരു കലണ്ടർ ഇയറിൽ പരമാവധി, പലതവണയും അയാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും അയാൾക്ക് ഒരു കലണ്ടർ ഇയറിൽ പരമാവധി എത്ര സ്പെഷ്യൽ കാഷ്വൽ ലീവ് വരെ അനുവദിക്കാം? മാക്സിമം 4 ദിവസം വരെ അനുവദിക്കാൻ പറ്റും. അയാൾ ചിലപ്പം 10 ദിവസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് കണക്കിലെടുക്കാൻ കഴിയില്ല. മാക്സിമം 4 days മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ലീവ് വിത്തൗട്ട് അലവൻസ് ഫോർ എനി പർപ്പസ് with or without MC can be granted to an officer having less than 3 years continuous service up to maximum. അതായത് ഒരു LWA ലീവ് വിത്തൗട്ട് അലവൻസ് 3 വർഷത്തിൽ താഴെ മാത്രം സർവീസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥന് പരമാവധി അനുവദിക്കാവുന്ന ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറയുന്നത് പരമാവധി 3 മാസമാണ്. LWA പരമാവധി അനുവദിക്കാൻ പറ്റുന്നത് 3 മാസം വരെയാണ്. അടുത്ത ചോദ്യം. An officer dies while in service, leaving behind his wife, 2 sons, 1 widowed daughter and his parents. He had not filed nomination for DCRD. His DCRD will be paid to. അതായത് ഒരു മരണപ്പെട്ട ഉദ്യോഗസ്ഥൻ, അയാൾ DCRDക്ക് നോമിനേഷൻ ഫയൽ ചെയ്തിട്ടില്ല, മരണപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ അയാളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്, വിഡോവ്ഡ് ഡോട്ടറുണ്ട്. മകള് വിധവയായിട്ടുള്ള മകളും ഉണ്ട്, 2 ആൺകുട്ടികളുണ്ട്, വൈഫും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആർക്കാണ് DCRD കൊടുക്കുക? ആ DCRD 4 പേർക്കും ഈക്വൽ ഷെയർ ആയിട്ട് കൊടുക്കുന്നതാണ്. വൈഫ്, 2 മക്കള്, പിന്നെ വിഡോവ്ഡ് ഡോട്ടർ. ഇവിടെ നോമിനേഷൻ ഫയൽ ചെയ്തിരുന്നെങ്കിൽ, വൈഫിന്റെ പേരിൽ ഫയൽ ചെയ്തിരുന്നുവെങ്കിൽ ആ വൈഫിന് മാത്രമായിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലീഗൽ ഹെയർഷിപ്പ് പ്രകാരം ഇവർക്ക് ഈ രീതിയിൽ 4 പേർക്കും ഈക്വൽ ഷെയർസ് ആയിട്ടാണ് കൊടുക്കുക. What is the daily allowance admitted to a grade 3 officer at Ernakulam who was deputed for training at a place within 8 kilometers for a period of 20 days from
1/11/88. 8 കിലോമീറ്ററിനുള്ളിൽ അയാളുടെ ഒരു ഗ്രേഡ് 3 ഓഫീസർക്ക് ഒരു ട്രെയിനിങ്ങിന് നിയോഗിച്ചു 20 ദിവസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 1/11/2018 മുതൽ നിശ്ചയിച്ചത് അയാൾക്ക് ലഭിക്കുന്ന ഡെയിലി അലവൻസ് എത്രയായിരിക്കും? അപ്പോൾ അയാൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ ഉള്ളിൽ 8 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് അയാൾക്ക് ഈ ട്രെയിനിങ്ങിന് നിയോഗിച്ചത്. അതുകൊണ്ട് അയാൾക്ക് 20 ദിവസത്തേക്ക് ഒരു DAയും കൊടുക്കുന്നതല്ല, 8 കിലോമീറ്റേഴ്സിന്റെ ഉള്ളിലായതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The minimum of 65% of pay and full DA is admissible as HPL salary. HPL salary വാങ്ങുന്നവർക്ക് ഒരു ആനുകൂല്യമാണത്. 65% ഓഫ് പേ ആൻഡ് ഫുൾ DA ഓർ ഹാഫ് പേ പ്ലസ് ഫുൾ DA, ഏതാണോ കൂടുതൽ അത് വാങ്ങാവുന്ന ഒരു റൂൾ ഉണ്ട്. അതിന്റെ ബേസ് ഇപ്പൊ എത്രയാണ്? ഇപ്പോഴത്തെ സ്കെയിൽ ഓഫ് പേ പ്രകാരം അതിന്റെ ബേസ് 50,200 അതിന്റെ മുകളിലും ആണെങ്കിൽ പേ പകുതിയെ കിട്ടുള്ളൂ, DAയും പകുതിയെ കിട്ടുള്ളൂ. അതിൽ താഴെയാണെങ്കിൽ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. HPL എടുക്കുമ്പോൾ ബേസിക് പേ പകുതിയാവും, DAയും പകുതിയാവും. എങ്ങനെയെങ്കിലും 50,200 അതിന്റെ മുകളിലുള്ള ബേസിക് പേ ആണെങ്കിൽ, 50,200 താഴെയാണെങ്കിൽ HPL ബേസിക് പേ പകുതിയാവും, DA ഫുള്ളായിട്ട് കിട്ടും. അല്ലെങ്കിൽ 65% ഓഫ് DA പേ ആൻഡ് ഫുൾ DA, ഏതാണോ കൂടുതൽ അത് കിട്ടുമെന്നാണ്. The period of compensation leave that can be taken by a head of office. ഒരു ഹെഡ് ഓഫ് ഓഫീസിന് അനുവദിക്കാവുന്ന കോമ്പൻസേഷൻ ലീവ് എത്രയാണ്? സാധാരണ കേൾക്കണേ നിങ്ങൾ, കോമ്പൻസേഷൻ ലീവ് എന്ന് പറഞ്ഞാൽ ലീവ് ദിവസമോ ഡ്യൂട്ടി ദിവസങ്ങളിലോ വരുന്നതിന് പകരമായിട്ട് എടുക്കുന്ന ലീവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഹെഡ് ഓഫ് ഓഫീസ് വന്നാൽ അത് അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ്. അത് ഹെഡ് ഓഫ് ഓഫീസിന് യാതൊരു തരത്തിലും കോമ്പൻസേഷൻ ലീവ് അനുവദിക്കാൻ പാടില്ല. അയാൾ ഹെഡ് ഓഫ് ഓഫീസാണ്. അയാൾ ആ ഒരു ദിവസം ഇവിടെ വേറെ എന്തെങ്കിലും മീറ്റിങ്ങിനോ എന്തെങ്കിലും ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പകരം ഞാൻ കോമ്പൻസേഷൻ ലീവ് എടുക്കും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അയാൾക്ക് കോമ്പൻസേഷൻ ലീവ് കൊടുക്കാൻ പാടില്ല. ഈ കോമ്പൻസേഷൻ ലീവ് കിട്ടുന്നത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനാണ്. ഒന്നുകിൽ ക്ലർക്ക്, പ്യൂൺ പോലെയുള്ള ആൾക്കാർക്കാണ് കോമ്പൻസേഷൻ ലീവ് നമ്മൾ അനുവദിക്കുന്നത്. അല്ല, ഹെഡ് ഓഫ് ഓഫീസിന് കോമ്പൻസേഷൻ ലീവ് അനുവദിക്കാറില്ല. ഓക്കെ, ഞാനിവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ബാക്കി ചോദ്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി നമുക്ക്. സാർ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കേട്ട അല്ലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.